എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് എൻ്റെ മെൻറ്റർ അതുല്യ മിസ്സിനോടാണ്. അതുല്യ മിസ് നല്ലപോലെ സപ്പോർട്ട് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ ഗീതു മിസ്സിനോടും നന്ദി പറയുന്നുണ്ട്. പിന്നെ നിത്യ മിസ് എൻ്റെ നാട്ടുകാരിയാണ്, എൻ്റെ അടുത്തുള്ളതാണ്. മിസ്സിന് നന്ദി പറയുന്നു. പിന്നെ അതേപോലെ തന്നെ ഡെന്നി സാറിൻ്റെ മോട്ടിവേഷൻ നല്ലതായിരുന്നു. ഏറ്റവും കൂടുതൽ ക്ലാസ്സുകളിൽ എപ്പോഴും ഇടയ്ക്ക് കയറി വന്ന് തന്നെ മോട്ടിവേഷനായിരുന്നു ഡെന്നി സാർ ചെയ്തത്. നല്ല മോട്ടിവേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. 2024 ഞാൻ ലാസ്റ്റ് ഫൈനലിസ്റ്റ് ചെയ്ത് ഔട്ടായി പോയായിരുന്നു. എല്ലാം പാസ്സായിരുന്നു, സിവിൽ മെഡിക്കലെല്ലാം പാസ്സായിരുന്നു. പക്ഷേ ലാസ്റ്റ് മാർക്ക് കുറവാണ്, ഫെയിലായി. അങ്ങനെ ഞാൻ 2024 ജൂൺ ബാച്ചിലാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് തന്നെ. അങ്ങനെ ആദ്യമൊക്കെ ജോയിൻ ചെയ്തപ്പം എനിക്ക് കുറച്ച് പാടുണ്ടായിരുന്നു. മാത്സ് ആയാലും ഇതായാലും. ഞാൻ സീജൽ ബാച്ചിലായിരുന്നു വന്ന് കയറിയത് തന്നെ. GD നോക്കി തന്നെ വന്നു. പക്ഷേ സീജൽ ബാച്ച് കയറി. മിസ് എല്ലാം പറയുന്നുണ്ട് സീജൽ പഠിക്കുമ്പോൾ തന്നെ GD ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും, അത്ര എളുപ്പമാണ് GD എന്ന് പറഞ്ഞ്. അങ്ങനെ സീജലിൻ്റെ സിലബസ് ആയാലും നല്ലപോലെ പഠിച്ച് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നു മിസ് അതുല്യ മിസ്. മാത്സ് നല്ല രീതിയിൽ പറഞ്ഞു തന്നു. അതുപോലെ നിത്യ മിസ് എല്ലാം. പിന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ഓർക്കാനുള്ള വീട്ടിലുള്ള അമ്മയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഓർക്കുന്നത്. അമ്മയ്ക്കെന്ന് വെച്ചാൽ കാല് വയ്യാത്ത ഏറ്റവും സപ്പോർട്ട് അമ്മയായിരുന്നു. കുറേ കഷ്ടപ്പെട്ടു, ഒറ്റൊരു മോന കുറേ കഷ്ടപ്പെട്ട് എങ്ങും ഒന്നും എത്തത്തില്ലെന്നൊരു വിചാരമായി പോയായിരുന്നു. കാരണം 2024 SSC പഠിക്കണം എന്നൊരു ഡിപ്ലോമ 3 വർഷം പഠിച്ചത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. പക്ഷെ അതിലോട്ട് പോകാനുള്ള താല്പര്യമില്ലായിരുന്നു. വീട്ടിലെല്ലാം പറയുന്നുണ്ടായിരുന്നു അതെടുത്ത് കയറി പോയില്ല, എനിക്ക് യൂണിഫോം വേണം, ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതിലോട്ട് ഇറങ്ങി തിരിച്ചതാണ്. 2024 ഇറങ്ങി കുറേ പഠിച്ച് നല്ലപോലെ വർക്ക് ചെയ്തെന്ന് പറയാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ദിശയെന്നായിരുന്നു സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഇപ്പം ഇവിടെ നിൽക്കുന്നത് നല്ല സന്തോഷം. CSF ആണ് കിട്ടിയത്, അതിലും നല്ല സന്തോഷം. എല്ലാവർക്കും എൻ്റെ നന്ദി.